നമസ്കാരം. 2 ദിവസം മുമ്പ്, അതായത് 20-ാം തീയതി ഈ ഒക്ടോബർ, ഒരു 34 വയസ്സുള്ള ഒരു സ്ത്രീ ഷർദിലിനെ തുടർന്ന് അവരെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വെറും ഒരു 2 മണിക്കൂറിനുള്ളിൽ അവർ മരണപ്പെടുകയും ചെയ്തു. ഈ ഒരു ഇഷ്യൂ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. അപ്പം ആ സ്ത്രീയുടെ ഹസ്ബൻഡും സഹോദരനുമാണിത്. അപ്പം അവിടെ നടന്ന ഇഷ്യൂസിന്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയാം. അപ്പം ഒരു 2:30 ആയിരുന്നു അന്ന് 20-ാം തീയതി ഉച്ചയ്ക്ക് 2:30 ആയിരുന്നു അവർ വോമിറ്റിങ്ങും എല്ലാ ടെൻഡൻസിയും കാണിച്ചത്. അതിനെ തുടർന്ന് അപ്പം തന്നെ ഇവരെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ വോമിറ്റിങ് അന്ന് കാണിച്ചെന്ന് പറഞ്ഞില്ലേ, അതിനു മുമ്പ് ഒരു 2 മാസം അല്ലെങ്കിൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് പോലും അവർക്കൊരു ചെറിയൊരു പനി പോലും വന്നിട്ടില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് ഒരു 3:15 കാഷ്വാലിറ്റിയിലോട്ട് കയറ്റിയ ഉടനെ ഇവർക്ക് 2-3 ഇഞ്ചക്ഷൻസ് അവർ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്തത് ആദ്യം അവർക്ക് സലൈൻ വാട്ടർ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് എമീസെറ്റ് ഇഞ്ചക്ഷൻ കൊടുത്തു, അത് കഴിഞ്ഞ് ഡൈസിപാം ഇഞ്ചക്ഷൻ കൊടുത്തു. ഈ ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുത്തതിനെ തുടർന്ന് അവർ ഒരുപാട് അസ്വസ്ഥതകൾ കാണിക്കുകയും അവരുടെ ഹസ്ബൻഡിനെ ഇത് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് ആ ഇഞ്ചക്ഷന്റെ കാര്യങ്ങളെല്ലാം മാറ്റി. പിന്നീട് ആ ഒരു സമയത്ത് കണ്ണടച്ചവരാണ്, പിന്നെ അത് തുറന്നിട്ടില്ല. അപ്പം ഇവർക്ക് കൊടുത്തത് പാൻഡോപ്പ് ഇഞ്ചക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ അങ്ങനെ സെഡേഷൻ കൊടുത്ത് അവരുടെ ബോധം പോയി. അത് കഴിഞ്ഞ് ഇവരെ CT സ്കാനിന് കൊണ്ടുപോയപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കി. ആ ഒരു ഇഷ്യൂ ഒന്ന് പറഞ്ഞു. എൻ്റെ സഹോദരിയുടെ പേര് അശ്വതി എന്നാണ്. അദ്ദേഹം ടോക്കച്ച് സ്കൂൾ, ടോക്കച്ചിൽ റെസിഡൻസ് സ്കൂൾ പുനലൂരിലെ അധ്യാപികയാണ്, മാത്സ് അധ്യാപികയാണ്. എൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അതായത് എൻ്റെ അളിയൻ, ഒരു 3:15 സഹോദരിക്ക് ഷർദിൽ വന്നിട്ടുണ്ടെന്ന് പറയും. ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഷർദിൽ വന്നിട്ടുണ്ട്. ദീപാവലി ദിവസമാണ്, ട്യൂഷൻ എടുക്കുന്ന ആളാണ്. ട്യൂഷൻ സമയത്ത് ഷർദിൽ വന്നു എന്ന് പറഞ്ഞിട്ട് 3:15 അറിയിക്കുകയും ഞാനും അമ്മയും താമസിക്കുന്നത് കുളത്തൂപ്പുഴ എന്നുള്ള പ്രദേശത്താണ്. അവിടെ നിന്നും ഞാൻ തിരിച്ച് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് 4:45 ഞാൻ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആ സമയത്താണ് എൻ്റെ സഹോദരിയെ കണ്ടത്. ബോധമില്ലാതെ എൻ്റെ സഹോദരി കാഷ്വാലിറ്റി എന്നാണ് പറഞ്ഞത്, ഒരു സ്ട്രക്ചറിൽ കിടക്കുന്നതാണ്. അപ്പൊ ഞാൻ ചെന്നുടനെ നോക്കിയതാ, സഹോദരിയുടെ ചുണ്ട് കറുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ പൾസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പൾസ് തൊട്ടപ്പോൾ എനിക്ക് പൾസിന്റെ ഒന്നും കിട്ടിയില്ല. അപ്പൊ എൻ്റെ അമ്മ നേഴ്സായിരുന്നു, അതായത് അമ്മ ഒരു 15 വർഷം മുമ്പ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സായിരുന്നു. അപ്പൊ അമ്മയോട് ചോദിച്ചു, അമ്മ ചേച്ചിക്ക് പൾസ് ഒന്നും കിട്ടില്ലല്ലോ, അമ്മ ചുണ്ടൊക്കെ കറുത്തിരിക്കുന്നു, എന്ത് ബോധവും ഇല്ല. അപ്പം ആ സമയത്ത് ആ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നത് ഒരു ജൂനിയർ ആയിട്ടുള്ള നേഴ്സ്, മെയിൽ നേഴ്സാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കുഴപ്പമില്ല, 2 മണിക്കൂർ കഴിയുമ്പം ബോധം വരും, അപ്പൊ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യും, ഇത് സെഡേഷന്റെ ഇഷ്യൂ. ഞാൻ സെഡേഷൻ കൊടുക്കാൻ എന്താ കാരണം, അത് രോഗി കുറച്ച് പാനിക്കായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ടാണ് കൊടുത്തത്, CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി ആയിക്കോട്ടെ, അതുകൊണ്ടായിരിക്കും. അപ്പൊ എൻ്റെ സഹോദരി ഭർത്താവ് അവിടെ വന്നിട്ട് ഞാനപ്പോൾ CT സ്കാൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അദ്ദേഹം ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, CT സ്കാൻ്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് ബാക്കി ചെക്കപ്പിന് വേണ്ടി ബ്ലഡ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ജൂനിയർ നേഴ്സ് വന്നിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ കയ്യിൽ 4-5 സൂചികളുണ്ട്, ഒരു സിറിഞ്ചും ഉണ്ട്. അപ്പം ഈ സിറിഞ്ചുകളെല്ലാം ഈ 2 കൈകളിലും മാറി മാറി കുത്തി വെച്ചിട്ടും ബ്ലഡ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്താ ബ്ലഡ് കിട്ടാത്ത, ബ്ലഡ് പോട്ട് വല്ലതും ആയിട്ടുണ്ടോ? ബ്ലഡ് ഇല്ല, കുഴപ്പമൊന്നുമില്ല, സെഡേഷൻ്റെതാണ്, അതുകൊണ്ടായിരിക്കും ബ്ലഡ് കിട്ടാത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഇതേ തുടർന്നിട്ട് ഞാൻ അപ്പൊ എൻ്റെ അളിയനോട് പറഞ്ഞു, അളിയൻ ഇങ്ങനെ പ്രശ്നമുണ്ട്. അളിയൻ ഓടിച്ചെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലേഡി ഡോക്ടർ, അദ്ദേഹത്തെ കാര്യം അറിയിച്ചു. അളിയനോട് പറഞ്ഞത്, കുഴപ്പമില്ല, അത് സെഡേഷന്റെ പ്രശ്നമാണ്. അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ സമയത്ത് അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2 കൈകളിലുമായിട്ട് 15 തവണയോളം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് കുത്തി പരിക്കേൽപ്പിക്കാന്ന് വെച്ചാൽ ഞാനപ്പോൾ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ചെയ്യണത്, നിങ്ങൾക്ക് വർക്ക് അറിയില്ലെന്ന് തന്നെ അയാളോട് ചോദിച്ചു. അപ്പൊ അയാൾ സത്യാവസ്ഥ പറഞ്ഞു, ഞാൻ ജൂനിയർ ആയിട്ടുള്ള ആളാണ്, എനിക്ക് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സീനിയർ ആരെങ്കിലും ഡോക്ടറെയോ നേഴ്സിനെ ആരെങ്കിലും വിളിച്ചുകൂടെയും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു സീനിയർ നേഴ്സ് ഉണ്ട്, ആ ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞു. ആ ചേച്ചി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നിട്ട് അവരും ഈ സെയിം പ്രവണത തന്നെ, സൂചി എടുത്തിട്ട് 2 കൈയിലും കുത്തി നോക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം ചുണ്ടൊക്കെ കറുത്തിരിക്കണല്ലോ മാഡം, ബ്ലഡും കിട്ടണില്ല, പൾസൊക്കെ ഒന്ന് നോക്കുമോ മാഡം എന്ന് പറഞ്ഞു. അപ്പൊ അവരത് കെയർലെസ് ആയിട്ട് ഉടനെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അന്ന് എൻ്റെ അളിയൻ ഒരു വെള്ളയും മുണ്ടും ഷർട്ടും ഒക്കെയാണ് ധരിച്ചിരുന്നത്. അപ്പൊ അത് എന്നോട് ചോദിച്ചത്, ആ വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇട്ട പരാക്രമം കാണിക്കുന്ന ആൾ പോയോ ഇവിടെ നിന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം അത് ഹസ്ബൻഡ് അല്ലേ മാഡം, വിഷമം ഉണ്ടാവുമല്ലോ, അത് കാര്യമാക്കണ്ട മാഡം, ട്രീറ്റ്മെന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു.
എന്നിട്ടും അവര് ബ്ലഡ് എടുക്കുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മാഡം ഡിസ്ചാർജ് ആവുമോ, വേഗം പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, ബോധം എന്താ വരാത്തെന്ന് ചോദിച്ചു. അവർ എന്നോട് എടുത്ത വയറ് പറഞ്ഞത് ചിലപ്പോൾ ഓരോ സെഡേഷന്റെ ആണ്, ഒരു രോഗിയുടെ ബോഡിയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും സെഡേഷൻ റിക്കവർ ആവണത്. ഞാൻ എത്ര മണിക്ക് പ്രതീക്ഷിക്കാം മാഡം റിക്കവർ ആവണം? ചിലപ്പോൾ ഇന്നാവും, അല്ലെങ്കിൽ നാളെ ആവും. ആ ബോധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് തരാം എന്നൊരു മറുപടിയാണ് ലഭിച്ചത്. ഈ മറുപടി കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി പുറത്തിറങ്ങിയതും അവിടെ പരിശോധന ഈ സീനിയർ നേഴ്സ് എന്ന് പറഞ്ഞ ലേഡി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത റൂമിലേക്ക് ഓടി കയറുകയും അവിടുന്ന് കുറേ നേഴ്സുമാർ ഓടി ഈ കാഷ്വാലിറ്റി വേറെ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഫെസിലിറ്റീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആ സ്ട്രക്ചറിന്റെ അടുത്തേക്ക് ഓടി എത്തുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഓടി വന്നു എന്തോ ചെക്ക് ചെയ്തു. അപ്പം ഡോക്ടറിന്റെ മുഖത്താകെ ഒരു പ്രത്യേക ഇത് മാറി, ഇവരെ പാനിക് ആയതുപോലെ എനിക്ക് തോന്നി. ഇവരെ പെട്ടെന്ന് ചേച്ചിയെ തൊട്ടടുത്ത റൂമിലേക്ക് മാറ്റി. റൂം മാറ്റിയ ഉടനെ കഥ അടച്ചപ്പം പൂർണ്ണമായിട്ട് അടഞ്ഞില്ല. അതിന്റെ വിടവിലൂടെ ഞാൻ കണ്ടൊരു കാര്യം, CPR സ്ട്രക്ചറിന്റെ മുകളിൽ ഈ പരിശോധന നേഴ്സ് സ്ട്രക്ചറിന്റെ മുകളിൽ കയറി ഇരുന്ന് CPR കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. 2 വട്ടം CPR കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ ഡോക്ടർ കുറച്ച് കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങി എന്നോട് പറയാം, ഞങ്ങൾ ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം മാഡം? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇത് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നമില്ല, കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയാണ്, കാഷ്വാലിറ്റി ICUലേക്ക് മാറ്റിയാണ്, ഞങ്ങൾ വേഗം ICUലേക്ക് മാറ്റിയാണ്, കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി മാഡം വേഗം ഒന്ന് മാറ്റാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഈ സ്ട്രക്ചറിൽ അവിടെ നിന്ന് 2 സ്റ്റാഫാണ്, ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോ നേഴ്സുമാരോ ആരും സ്ട്രക്ചർ പഠിക്കാനില്ല. ആ സ്ട്രക്ചറിൽ കൊല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റി അത് റോഡ് സൈഡ് ഗേറ്റിന്റെ സൈഡിലാണ് കാഷ്വാലിറ്റി. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-30 മീറ്ററിന് മുകളിലാണ് മെയിൻ ബിൽഡിങ്ങിന്റെ 4ാമത്തെ നിലയിലാണ് ICU. ഈ ICUലേക്ക് സ്ട്രക്ചറിലേക്ക് വലിച്ചപ്പോൾ ഞാനും എൻ്റെ കസിൻസും ഉണ്ട്, അവരും അളിയനും പിറകിലുണ്ട്, അളിയനും അമ്മയും. ഞങ്ങൾ സ്ട്രക്ചർ വലിച്ചു. ഈ 2 സ്റ്റാഫുകളും കൂടെ വലിച്ചു കയറ്റുന്ന ഇടയിൽ ചേച്ചിയുടെ കൈ സൈഡിലേക്ക് വീഴുകയും അതൊരു നമ്മുടെ ഭീമിൽ കയറി കൈ തട്ടിയപ്പോൾ ഞാൻ അയാളോട് വഴക്ക് പറയുന്നത്, കൈ ഒടിഞ്ഞു പോവില്ല, ഇങ്ങനെ സുരക്ഷിതമായിട്ടല്ല കൊണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി വേഗം എത്തിക്കണം, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വലിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ മുന്നോട്ട് പോയപ്പോൾ കണ്ടൊരു കാര്യം, ഓക്സിജൻ സിലിണ്ടർ സ്ട്രക്ചറിന് താഴെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഓക്സിജൻ സിലിണ്ടറിൽ മാസ്ക് വെച്ചതിന്റെ ട്യൂബ് കണക്ട് ചെയ്തിട്ടില്ല. ട്യൂബ് കണക്ട് ചെയ്യാതെ ഇവര് ICUലേക്ക് കൊണ്ടുപോയി. ലിഫ്റ്റിലേക്ക് 4ാമത്തെ നിലയിലേക്ക് കയറ്റി, ലിഫ്റ്റിലേക്ക് കൊണ്ടുപോയി 4ാമത്തെ നിലയിൽ എത്തിച്ച് ICUലേക്ക് കയറ്റിയിട്ട് ഇവർ എല്ലാ ഡോറും അടച്ചു. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും പുറത്താരും കാണാത്തതുകൊണ്ട് ഞാൻ ICUവിന്റെ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ആരും ഇറങ്ങി വരുന്നില്ല. ഏകദേശം 45 മിനിറ്റിന് ശേഷമാണ് അവിടുന്ന്, അതിനു മുമ്പായിട്ട് പോലീസ് കൊല്ലൂർ താലൂക്ക് പോസ്റ്റിലുണ്ടായിരുന്ന ഒരു 8 പോസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസർ അതിനകത്തേക്ക് വിളിച്ചു വരുത്തുകയും സെക്യൂരിറ്റിമാരെയും ഈ ICUലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ അകത്ത് വെച്ചു. അപ്പൊ ഇതിന്റെ കൂടെ ഞാനും അകത്ത് കയറി. അപ്പൊ ഞാൻ സഹോദരനാണെന്ന് അറിഞ്ഞില്ല. അവരെന്നോട് പറഞ്ഞൊരു വേടാ, അതായത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഡോക്ടർ, ഞാൻ ആദ്യം തൊട്ട് കാണുന്ന ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു വേടാണ്, വലിയൊരു അറ്റാക്ക് വന്നു. അപ്പൊ ചോദിച്ചാൽ എന്താ ശരിയായില്ലേ മാഡം എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞതാണ്, അല്ല വലിയൊരു അറ്റാക്ക് വന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഞാൻ ഉറക്കെ നിലവിളിച്ചു. അപ്പൊ എന്നെ അങ്ങ് ഇവർ പുറത്താക്കിയിട്ട് എൻ്റെ കസിൻസിനോട് പറഞ്ഞു മരണപ്പെട്ടു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:15 ഛർദിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അവിടെ എത്തിച്ചതായിരുന്നു സഹോദരിയെ. ഏകദേശം 5:55 വരെ യാതൊരു പ്രശ്നവും ഇല്ല, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറും സ്ട്രക്ചറിൽ മാത്രം കിടത്തിയിട്ട് ആ സമയത്ത് പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാണ്ട് ഇവർ പ്രതികരിച്ചതിന്റെ ആ സമയമാണ് എൻ്റെ സഹോദരി മരണപ്പെടാനുണ്ടായ. ആ സമയത്ത് ഇവർക്ക് പറ്റില്ല, ജോലി തിരക്കാണ്, അവിടെ സംവിധാനങ്ങൾ ഇല്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു, ഞങ്ങൾ മാറ്റിയാണ്. ഞാൻ അതും ചോദിച്ചു. കാരണം വെച്ചാൽ എൻ്റെ അളിയൻ വന്നിട്ട് നിരന്തരം ചോദിക്കുന്നുണ്ട് മാറ്റാമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ബോധമില്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് മാറ്റണത്? എന്നിട്ട് ഡോക്ടറോടും അളിയൻ പോയി ഞങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റാം, അതിന് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു രോഗിയായിരുന്നു. മരണപ്പെട്ട് ഞങ്ങൾ, അതായത് ബോധത്തോടെ ഒരാള് തിരിച്ചു വന്നത് ബോഡിയായിട്ടാണ്. മറ്റൊരു കാര്യം, ഈ ഡോക്ടർ കൃത്യസമയത്ത് നിരന്തരം അളിയാൻ പോയി വിളിച്ച് പറയുന്നുണ്ട്, ഡോക്ടർ ഒന്ന് വന്ന് നോക്കും, ബ്ലഡ് കിട്ടുന്നില്ല, ചുണ്ട് കറക്കുന്നു, പൾസ് റേറ്റ് കുറയണു എന്നൊക്കെ പറയുമ്പോഴും ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും എത്തുന്നില്ല. ഞാൻ ഇതിന് ശേഷം ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, ഏകദേശം 100 കോടി രൂപയോളം ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് ഏറ്റവും നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റൽ പണിതിട്ട് അവിടുത്തെ ഞാൻ ICUവിൽ കണ്ട കാര്യം, അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, ICUവിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, കാഷ്വാലിറ്റിയിൽ യാതൊരുവിധ ഫെസിലിറ്റീസും ഇല്ല. എൻ്റെ സഹോദരിക്ക് ആ ഉപകരണങ്ങളുടെ സഹായം കൊടുത്തിരുന്നെങ്കിൽ
എൻ്റെ സഹോദരി മരണപ്പെടില്ലായിരുന്നു. ആ മരണം മനഃപൂർവ്വം ഒരു സ്ഥിരീകരിച്ചതാണ്. അതിന് ഒരു ബുദ്ധിമുട്ടിക്കുകയായിരുന്നു, ഞങ്ങളെ അതിനകത്തിട്ട് ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. അവരുടെ സ്വന്തം രോഗം അതിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യണം ഒക്കെ പറഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഞങ്ങളെ പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഞങ്ങളോട് പറയാം 1.5 മാസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുള്ളൂ. എന്നിട്ട് വന്ന് വൈകിട്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് പൊന്നൂരിലെ സൂപ്രണ്ട് മറുപടി കൊടുക്കുകയാണ്, വയറ്റിൽ എന്തോ പഴുപ്പുണ്ടായിരുന്നത് കാരണമാണ് മരണപ്പെട്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്? ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ അനാസ്ഥയാണ് എൻ്റെ സഹോദരി മരണപ്പെടാനുള്ള കാരണം. ഇദ്ദേഹം പറഞ്ഞ കണക്ക് ഒരു സെഡേഷൻ കൊടുത്തു. അതാണ് ഡൈസിപാൻ ഇഞ്ചക്ഷൻ ആണ് അത് കൊടുത്തത്. അതിന്റെ അളവ് ഇച്ചിരിയെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഈ ഹെമറേജ് പോലുള്ള കാര്യങ്ങൾ വന്ന് അപ്പൊ തന്നെ അല്ലെ അറ്റാക്കോ വന്ന് തന്നെ നമ്മൾ മരണപ്പെടുന്നതാണ്. അപ്പം ഈ അസ്വസ്ഥത കാണിച്ചപ്പോൾ തന്നെ ഭർത്താവ് ഒരുപാട് തവണ ഡോക്ടറിനെയും നഴ്സിനെയും ഒക്കെ മാറി മാറി വിളിച്ച് ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ആ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ആണ് അവരവിടെ ലാക്ക് ചെയ്തത്. ഇത് ഞങ്ങൾ ഇവിടുത്തെ CCTV സെക്യൂർ ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ സൂപ്രണ്ടിനും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. സോ ഞങ്ങൾ ഈ CCTVയിലൂടെ അത് തെളിയിക്കും. ഇത്തരം രോഗികൾ ഓരോ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കെയർ പോലും വിളിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു ഡോക്ടർ അപ്പം അവിടെ വേറൊരു പേഷ്യന്റും ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ടും അവർ വന്ന് ഈ ഒരു സ്ത്രീയെ നോക്കിയില്ല. അത് നോക്കിയിരുന്ന് അവർക്ക് അപ്പം വേണ്ട കാര്യങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേനെ. പിന്നീട് ഇപ്പം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം അറിയില്ല. ഇങ്ങനെ ഒരു ആക്ട് 2018 കേരള ഗവൺമെന്റ് പാസ്സാക്കിയതാണ്. ഇതിനെ തുടർന്ന് ഈ കേരളത്തിലുള്ള എല്ലാ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാണ് ഫീ സ്ട്രക്ചർ. ഓരോ ഹോസ്പിറ്റലിലും എന്തെല്ലാം ചികിത്സകൾ കൊടുക്കുന്നോ അതിന്റെ ഫീ സ്ട്രക്ചർ അവിടുത്തെ റിസപ്ഷൻ, അതായത് കോൺസ്പീഷ്യസ് സ്പേസിൽ വെക്കേണ്ടതാണ്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പേഷ്യൻസിന് അവൈലബിൾ ആണ്. പക്ഷെ ഇതൊന്നും ഇവിടെ ഉള്ള ആർക്കും അറിയില്ല. എന്തുകൊണ്ട് ഇവിടുത്തെ ഈ ഹെൽത്ത് മിനിസ്റ്ററോ കാര്യങ്ങളോ ഇതൊന്നും ആൾക്കാരിലേക്ക് എത്തിക്കുന്നില്ല? ഇത്തരത്തിലുള്ള ഒരുപാട് നെഗ്ലിജൻസ് കാരണം എത്ര പേരാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത്? ഇവരുടെ ഈ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ഇല്ലാത്ത പക്ഷമാണ് ഈ ഒരു സ്ത്രീ മരിച്ചുപോയത്. ഇവരൊരു അധ്യാപികയാണ്. ഇവർക്ക് മാസം 60,000 രൂപ ശമ്പളമുണ്ട്. ഇവർ ജീവിച്ചിരുന്നെങ്കിൽ ഇവർക്കൊരു 5 വയസ്സുള്ള ഒരു മകനുണ്ട്. എത്ര സമ്പാദിച്ചാൽ അല്ലെ ഇവരുടെ മകന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ നെഗ്ലിജൻസ് കൊണ്ട് മാത്രമാണ് അവർ മരിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് വയറ്റിന്റെ ഉള്ളിൽ ആ ഒരു ഇൻഫെക്ഷൻ, ആ ഒരു പഴുപ്പ് പോലെ വന്നാണ്. ഓക്കെ, ഇപ്പൊ 2 മാസം മുമ്പ് വരെ അവർക്കൊരു വയറുവേദന പോലും വന്നിട്ടില്ല. എങ്കിൽ പോലും ഞങ്ങളത് സമ്മതിക്കാം, ചിലപ്പോൾ അതുകൊണ്ടാവാമെന്ന്. പക്ഷെ അവർക്ക് ഫിക്സ് വന്നിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. അത് അവർ തന്നെ പറയുന്നുണ്ട്, ഫിക്സ് വന്നത്. ഇതൊന്നും അവർ പുറത്തു വരാതെ അവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളും പ്രസ്താവനയും എല്ലാം വിട്ട് ഇതിനെ അങ്ങ് ഒതുക്കാനാണ് ശ്രമം. ഇവരുടെ ഇഷ്യൂ എല്ലാവരും അറിയണം. ഇത് ഹെൽത്ത് മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ ഇടപെടണം. ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഇനി ഇതുപോലുള്ള നെഗ്ലിജൻസ് ഉണ്ടാവാം, ഡോക്ടേഴ്സിന് ചിലപ്പോൾ ഇത് പറ്റാം. പക്ഷെ ഇവർക്ക് ആ കിട്ടേണ്ട കോമ്പൻസേഷനും കാര്യങ്ങളും എല്ലാം ഇവർക്ക് അത് കിട്ടേണ്ടതാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫാണ് ഞങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടത്, ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ഇല്ലാത്ത പക്ഷം. സോ ഞങ്ങൾ ഇതുമായിട്ട് കേസ് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതനുസരിച്ച് കൺസ്യൂമർ റൈറ്റ്സും ഞങ്ങൾക്ക് വേണം. ഉണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവര് ആ സമയം തൊട്ട് ആ പേഷ്യന്റിനെ ഞാൻ കൊണ്ടുചെന്ന് കൊടുത്തപ്പോ ഇവരൊരു മെഡിസിൻ ഇട്ടു. അത് ഇവരെന്തോ മരുന്നൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയില്ല. നോക്കിയപ്പോ ഉണ്ട് സംഭവം. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു ഓക്സിജനോ ഒരു ഇത് CT എടുക്കാൻ പോകുമ്പോൾ പോലും വെറുതെ മയക്കി കിടത്തി ഒരാളെ ബോഡിയായിട്ട് നമ്മൾ കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് തിരിച്ചവിടെ കൊണ്ടിട്ടു. എന്നിട്ട് ആ ഡോക്ടർ ആ നിമിഷം വരെ 5:45 വരെ ഡോക്ടർ വന്നിട്ടില്ല. ആ ലാസ്റ്റ് ടൈമിൽ ഡോക്ടറെ ഇപ്പൊ വിളിക്കുന്നത് വരത്തില്ല. ലാസ്റ്റ് ടൈമിൽ പുള്ളി അന്നേരം പോയി കാണുമായിരിക്കും, എനിക്കറിയില്ല. ബ്ലഡ് എല്ലാം കോട്ടായി കാണാൻ പോയി നമുക്കറിയില്ല. പക്ഷേ ആ ലാസ്റ്റ് ടൈമിലാണ് ഇവർ വന്ന് എടുത്തോണ്ട് ഡ്രാമ പോലെ എനിക്ക് തോന്നുന്നു അപ്പോഴേ ആള് ഇതിന്റെ ഇടയ്ക്ക് പോയി കാണും. ഈ മരുന്ന് കുത്തിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്ക് ഇതുപോലെ കാണിച്ചത്. എന്നിട്ട് എന്നോട് പറയാ, അറിയേട്ടാ എന്തോ ഈ മരുന്ന് എന്തോ കുഴപ്പമുണ്ട്. എന്റെ വൈഫ് ഒറ്റ ടൈം സംസാരിക്കുന്നു, ഈ പോകുന്നതിന്റെ ഇടയ്ക്ക് അവിടെ ചെന്നിട്ട് സംസാരിച്ച് ഈ മരുന്ന് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ വെപ്രാളപ്പെട്ട് സ്ട്രെച്ചറിൽ നിന്ന് ടയർഡായി ഛർദ്ദിച്ചിരിക്കുന്ന ആള് സ്ട്രെച്ചറിൽ നിന്ന് വെപ്രാളം കാണിച്ചിട്ട് എണ്ണിക്കാൻ പോകും. അന്നേരത്തേക്ക് നാക്കും വല്ലാതൊരു അവസ്ഥ കാണിക്കുക. അപ്പോഴാണ് ഈ ഡോക്ടർ ടൈം തന്നെ ഡോക്ടർ പറയാ ഇത് CT എടുക്കണം, എടുത്തിട്ട് സഡേഷൻ എടുത്താലേ CT എടുക്കാൻ പറ്റൂ. അത്ര ഇതില്ല, പാനിക്ക് അത്ര ആയില്ല. അന്നേരം അങ്ങനെ കുത്തിയിട്ട് പിന്നെ കണ്ണ് തുറന്നിട്ടേലായിരുന്നു വൈഫ്. എന്ന് പറയുന്ന സമയത്ത് പൊന്നൂർ CA വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു, ഇതിന്റെ
ആശുപത്രി പുനലൂര് താലൂക്ക് ആശുപത്രിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ഞാൻ സിഐയോട് സിഐ അവിടെ ചോദിച്ച സമയത്ത് ഒരു ഡോക്ടറോ അതായത് സൂപ്രണ്ട് എന്ന് പറയുന്ന ആളോ അവിടെ എത്തിയിട്ടില്ല. അതായത് അവരാരും ഞങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ സഹോദരി മരണപ്പെട്ടെന്നൊരു കമന്റ് പറയാൻ പോലും എത്തിയിട്ടില്ല. സ്ഥിരീകരിച്ചത് സിഐക്ക് സ്ഥിരീകരിച്ച് ഒരു ഉറപ്പ് നൽകാൻ പോലും അന്ന് അവിടെ ആരും എത്തിയിട്ടില്ല. കിട്ടിയ മറുപടി എന്ന് വെച്ചാൽ ഇത് നടന്നതിന് തന്നെ എല്ലാവരും പോയി.